രാത്രി നമ്മുടെ വചന ചിന്തയ്ക്കായിട്ട് 3 ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. Just for me to talk to you this evening. So first one is Matthew 16 verse 18. അതായത് സുവിശേഷം 14 അധ്യായത്തിന്റെ 18ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. And I tell you that you are Peter. On this rock I will build my church, and the gates of Hades will not overcome it. Second portion of scripture is from Zechariah chapter 4 verse 6. നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണല്ലോ അത്. So he said to me, this is the word of the Lord to Zerubbabel, not by might nor by power but by spirit, says the Lord Almighty. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, സെരുബ്ബാബേലിനോട് യഹോവ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. Praise God. The next one is Acts chapter 1 verse 8. Again, a very familiar portion of scripture. But you will receive power when the Holy Spirit comes on you, and you will be my witnesses in Jerusalem and in all Judea, Samaria, to the ends of the earth. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. Praise the Lord. You know, Pentecost happened 2000 years ago. 2000 വർഷങ്ങൾക്ക് മുൻപ് പെന്തക്കോസ്ത് ദിനം ഉണ്ടായി, പെന്തക്കോസ്തിന്റെ അനുഭവം ഉണ്ടായി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോഴത്തേക്കും പരിശുദ്ധാത്മ ശക്തി പെന്തക്കോസ്ത് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയിൽ നിന്ന് ഇല്ലാതെയായി തീർന്നു. ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ പറഞ്ഞത് തന്നെ ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: what we have lost is the power source. Pentecostals, if you lose the power of God, we are like anybody else. ശിംശോൻ ദലീലയുടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയുണ്ട്: എന്റെ മുടി മുറിച്ച് കഴിയുമ്പോ ഞാൻ പിന്നെ എന്തായി? ശേഷം മനുഷ്യരെ പോലെ ആയിത്തീരും. I will lose my power. And once you lose your power, you talk like the rest of the people. You will walk like the rest of the people. You will do business like the rest of the people. We will be like the rest of the people. നമ്മൾ ശേഷം മനുഷ്യരെ പോലെ ആയിരിക്കും. നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസം കാണത്തില്ല. It's time that we need to show that we are different. Hallelujah. Praise God. And I want you to understand very quickly. I want to take you through a part of little history. You know, Holy Spirit was so active, alive in the early church. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ പരിപാടികൾ ദൈവസഭയിൽ ഇല്ലാതായിരിക്കും. We know that the dark ages of Christianity, except for few people here and there, നമ്മൾ ആരും ചിന്തിക്കുന്നത് പോലെ ചില ആളുകൾ ചിന്തിക്കുന്നു 1-ാം നൂറ്റാണ്ട് തൊട്ട് നമ്മുടെ ആളുകളെല്ലാം ഉണ്ട്, നമ്മുടെ പർട്ടിക്കുലർ സഭ IPC അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ്, ഇതിൽ ഞങ്ങളെല്ലാം ആദ്യ നൂറ്റാണ്ട് തൊട്ട് ഉണ്ടായിരുന്ന ആളുകളാണ്. നോട്ട് ഓഫ് ബി തിങ്കിങ് ദോസ് തിങ്സ്. നമ്മളെക്കാൾ കൂടുതൽ കത്തോലിക്കർക്ക് പറയുന്നു. There was this dark ages. Holy Spirit was a forgotten factor. But their history tells us there are few individuals, ചില ആളുകൾ like Patrick of Ireland, Boniface, Savonarola. These are all some of the people, devout Catholics. Some of them probably from the Dominican order. These were the people who were waiting for the Lord. Some of them prophesied. ശക്തമായി പ്രവചിച്ച് അന്നത്തെ സഭകളോട് സംസാരിച്ചു. അവർ പലരെയും കത്തിച്ചു. Only here and there, very sporadic ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു ആക്ടിവിറ്റി വസ്തുതകൾ കാണാൻ കഴിയുന്നുണ്ട്. Some spoke against the church. എന്നാൽ
ഒരു സീരിയസ് ആയിട്ട് ദൈവസഭയുടെ ക്യാരക്ടർ മാറ്റുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല. Just very sporadic work of the Holy Spirit. Now, do you know that modern Pentecostal movement, it probably goes back to 1905, when William J. Seymour, a black man, attended Charles Parham's Bible school. Because he was a white black man, he couldn't attend the class. So he sat outside in the veranda, hallway ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചാൾസ് പ്രഹാമിന്റെ ബൈബിൾ സ്കൂളിലെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പ്രസംഗം അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നോട് കേൾക്കുന്നത് മനസ്സിലാകുന്ന ഇതെല്ലാം ഉണ്ടായിരുന്നു. ആ മനുഷ്യനെയാണ് ദൈവം ഉപയോഗിച്ചത് മോഡേൺ പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റ്സിന്റെ തിരികൊളുത്തുവാൻ. Praise God. Even you go to Los Angeles today, there's the Azusa Street. It's such a joy when you walk through that street. Those memories will come back to you as you read in the history. നമ്മുടെ ചരിത്രം മുമ്പോട്ട് പഠിച്ചു പോകുമ്പോൾ it's only since around 1900 we have doctrinal affirmation and historical recognition of the power of the Holy Spirit. ദൈവസഭയ്ക്ക് മൊത്തമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ചും ഒക്കെ ഒരു ഉപദേശം എന്ന രീതിയിലെങ്കിലും അകത്ത് കയറിയത് ഈ സംഭവത്തിന് ശേഷം. 1905 ഇത് സംഭവിച്ചെങ്കിലും they had to wait for 50 years before the mainline churches started accepting the work of the Holy Spirit. Simultaneously, there are two events in history of the church some 100 years ago. One is the launching of the African independent church movement in Africa and the Pentecostal movement in America. Both these movements had to swim upstream against the religious currents of traditional Christianity. African movement, American movement, അന്നത്തെ ട്രഡീഷണൽ ചർച്ചിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് വേണമായിരുന്നു മുമ്പോട്ട് പോകുവാൻ. അതിനുശേഷമാണ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ദൈവസഭയിലേക്ക് വരാൻ തുടങ്ങിയത്. Praise God. നമുക്കറിയാം ഇന്നത്തെ സഭ is very different than the church 50 years ago. God is at work. Amen. There is something called New Apostolic Reformation now constitutes the largest non-Catholic mega block of churches, and it is the fastest growing segment of all. David Barrett speaks about it. They call this New Apostolic Reformation. Apostolic Reformation, this is called the New Apostolic Reformation. This is called the largest non-Catholic mega block of churches, and it is the fastest growing segment of them all. Amen. God is reshaping the church today into a new wineskin for the 21st century. 21ാം നൂറ്റാണ്ടിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരുവാനുള്ള ഒരു പുത്തൻ തുരുത്തിയായിട്ട് ദൈവം നല്ല സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ചർച്ചകളിലൊക്കെ ഒരുപക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അധികം കാണാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ലോകത്തിലെ എല്ലാ സ്ഥലത്തും no, all over the world the Spirit is moving. Those who are hungry for the presence of God are filled with the power of God. They are seeing the mighty transformation of the power of the Holy Spirit. Hallelujah. My desire is to see Pentecostal people crying out for the power of the Holy Spirit. Hallelujah. നമുക്ക് നഷ്ടപ്പെട്ടതും നമ്മുടെ ശേഷം മനുഷ്യരെ പോലെ സംസാരിക്കുന്നതും ഇടപെടുന്നതിന് കാരണം നമ്മുടെ ശക്തി ചോർന്നു പോയതുകൊണ്ട് ഈ ദിവസങ്ങൾ മടങ്ങി വരേണ്ടത് ഒരു പുത്തൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. നമുക്ക് മടങ്ങി വരേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവസഭയിലേക്ക് മടങ്ങി വരണം. Hallelujah. Hallelujah. Praise God. You know, some years ago, there was a man in Princeton Seminary, a theologian,
by the name Warfield. It's called Benjamin Breckenridge Warfield. He strongly argued that the visible manifestation of the Holy Spirit, or the power of the Holy Spirit, such as healing, prophecy, languages, discernment of the Spirit, prophecy, exorcism, miracles, were indeed necessary to establish the church. That is why we read about them in the New Testament. But once the canon of Scripture was established and we have written Word of God, these gifts were not necessary. Warfield argued that such gifts had ceased and after the few centuries of the church, and because of that, he said, the church don't need this gift. They have ceased. Now we call them, theology people they call them cessations. I remember some of us who applied to some very good theological seminaries years ago had to fill out an application form. I remember I did that. It says that I have to sign that all these gifts have ceased. I decided not to apply. Because I believe those gifts are still in operation because Holy Spirit is still here. Hallelujah. Now I have a question for those people who says that if you profess this, that you believe in Bible, and then how can you explain this particular verse? Mark 16 verse 70. These things shall follow those who believe. ഈ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണമായ യാതൊന്ന് വിളിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. How do you explain this verse of Scripture? Praise God. Praise God. ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. രോഗികളുടെ കൈവെക്കുമ്പോൾ സൗഖ്യമുണ്ടാകും, ഭൂതങ്ങളോട് കൽപ്പിക്കുമ്പോൾ അവർ വിട്ടുപോകും. ഹല്ലേലൂയ. മരണകരമായ യാതൊന്ന് വിളിച്ചാലും എന്ത് ചെയ്യത്തില്ല, ഹാനി വരത്തില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, that is written in the word, as long as the Holy Spirit is in this world, he will do his business. Hallelujah. Bible says, Jesus says, I will build my church, and the gates of Hades, gates of hell, shall not prevail against this. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യത്തില്ല, അതിനെ ജയിക്കില്ല. Now I want us to just come along with me. We will turn to Matthew's Gospel, chapter 16. I want you to pay attention to the sequence of events that is taking place, that is recorded here in Matthew chapter 16. So when Jesus and the disciples, they were in Caesarea Philippi, Jesus asked them a question: who people thought Jesus was? ആളുകൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? So what did they answer? Verse 13. ആളുകൾ എന്ത് പറഞ്ഞു? ജനങ്ങൾ മനുഷ്യനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. Verse 14. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ഏലിയാവെന്നും വേറെ ചിലര് ഇരമ്യാവെന്നും പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. Praise God. Hallelujah. So he was actually kind of setting them up for the real question. Jesus had a question. This is not a question. He's not worried about what people think about him. But that's not his focus. He has a real question in his mind. Look at verse 15. Who do you say that I am? ഞാൻ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവർ ചോദിച്ചതിന് ശിമോൻ പത്രോസ് എന്ത് പറഞ്ഞു? You are Christ, the Son of the living God. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. Praise God. നമുക്കറിയാം, the word Christ is actually in Greek is the same as Messiah in the Hebrew. You are the anointed one. You are the Messiah. No doubt about it. So once Jesus understood
that his disciples understand who he is. യേശു ആരാണെന്നുള്ള വ്യക്തമായ അറിവ് ശിഷ്യന്മാർക്കുണ്ട് എന്ന് യേശു മനസ്സിലാക്കിയ ശേഷം, this is very important. Now Jesus tells them in verse 18. 12ാം വാക്യത്തിൽ യേശു അവരോട് പറയാണ്, especially to Peter, Jesus said, on this rock I will build my church. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരം എന്ത് ചെയ്യത്തില്ല, അതിനെ ജയിക്കയില്ല. Hallelujah. I will build my church and the gates of hell, gates of Hades will not overcome it. So this is the first time Jesus ever used the word church. സഭ എന്ന പദം ഏറ്റവും ആദ്യമായി ഉപയോഗിച്ചത് ഈ സ്ഥലത്താണ്. Jesus used the word church for the very first time. Amen. Because after only he made sure he understood that who he was, he could tell them why he did come to this earth. എന്തിനാണ് ലോകത്തിലേക്ക് താൻ വന്നത് എന്ന് പറയണമെങ്കിൽ അതിനു മുൻപായി താൻ ആരാണെന്ന് അവർ മനസ്സിലാക്കണം. Hallelujah. And verse 20, 20ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. He commanded them, don't tell anybody as to who I am. You just keep this with you. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മാത്രമുള്ള ഇൻഫർമേഷൻ that I am Christ. Don't tell anybody about this. And Jesus also told them about the kingdom that had come. Jesus said, I will give you the keys of the kingdom of heaven. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം യേശു അവരോട് കിങ്ഡം എന്ന കോൺസെപ്റ്റോട് പഠിപ്പിക്കാൻ പോവാം. ദൈവരാജ്യം നമുക്കറിയാമല്ലോ. യേശു ക്രിസ്തുവിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റ്സ് അബൌട്ട് കിങ്ഡം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്. നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാരെന്ന് പറഞ്ഞു വേണമെന്നല്ലയോ. Kingdom of heaven is at hand. Repent, turn to the kingdom. ഒരു രാജ്യം ഇനാഗറേറ്റ് ചെയ്യാൻ യേശു വന്നത്. And he is telling them, I am going to give you the keys of the kingdom. നിങ്ങൾ ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ വന്നത് ഒരു രാജ്യം സ്ഥാപിക്കാൻ വന്നതാ. ആ രാജ്യത്തിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തരാൻ പോവുകയാണ്. Look at verse 19. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ എന്ത് ചെയ്യും? Yes, society will be transformed when the kingdom of God is activated on this earth. ഭൂമിയിൽ ദൈവരാജ്യം തുടങ്ങി കഴിയുമ്പോൾ സമൂഹത്തിന് പഴയതുപോലെ ഇരിക്കാൻ കഴിയത്തില്ല. ആ വലിയ ദൗത്യം ചെയ്യുവാനുള്ള താക്കോല് നിന്റെ കയ്യിൽ ഞാൻ തരിക. Disciples needed a key because they were in buildings of churches with Jesus, building up the church with Jesus. The gates of the Hades shall not prevail against his. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Praise the Lord. ഇതിനെതിരെ നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഗേറ്റ് തുറക്കുവാനുള്ള താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് തുറക്കുവാൻ, അടച്ചിടുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കൾ വിശ്വസിക്കണം, അടഞ്ഞു കിടക്കുന്ന ഏത് അസാധ്യമായ വിഷയങ്ങളെ തുറക്കുവാനുള്ള അധികാരത്തിന്റെ താക്കോല് ദൈവമക്കളുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെ നിൽക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. We have the keys to the kingdom. Hallelujah. Nobody can stand against it because they were given the keys of the kingdom. The keys will be used to open the gates of Hades so that the gospel of the kingdom could spread. The keys are weapons of spiritual war. Jesus said, whatever you bind on earth will be bound in heaven. Whatever you loose on earth will be loosed in heaven. Hallelujah.
ആത്മീയമായ ആയുധങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വായിക്കുന്നത് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. Weapons of our warfare, they are not carnal, they are not material, they are spiritual weapons. ആത്മീയമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏത് കോട്ടകളെയും തകർക്കുവാൻ ക്രിസ്തുയേശുവിൽ ശക്തിയുള്ളതാണ് സ്പിരിച്വൽ വെപ്പൺസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ദൈവമക്കള് ഇന്ന് രാത്രി ചിന്തിക്കണം, നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, സ്പിരിച്വൽ വെപ്പൺസ് ഉണ്ടല്ലോ. എത്ര വലിയ കോട്ടയാണെങ്കിലും അതിനെ തകർക്കുവാനുള്ള ഡൈനാമിക് ശക്തി അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ. Yes, you have the power. God has given you spiritual weapons. It's time the church needs to go to war. നമ്മൾ ഈ ദിവസങ്ങളിൽ യുദ്ധത്തിന് ഇറങ്ങി മതിയാകുകയുള്ളൂ. They were all excited. Verse 19 is so beautiful verse. അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. Binding, loosing എല്ലാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് he drops the bombshell. So far so good. ഇവിടെ വന്ന് കർത്താവ് ബോംബിടുക. He dropped the bombshell. Look at verse 21. 21 വാക്യം ഒരാൾ വായിച്ചു. From that time Jesus began to show his disciples that he must go to Jerusalem and suffer many things from the elders and chief priests and scribes and be killed and be raised up on the third day. Oh, that's bad. That's bad news. കർത്താവിനോട് പറയാണ്, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ നിങ്ങളെ നിങ്ങൾ തുറക്കുന്നത് ഭൂമിയിൽ സ്വർഗ്ഗത്തിൽ ഇവിടെ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടും, ഇവിടെ അടിക്കുന്നത് സ്വർഗ്ഗത്തിൽ അടിക്കപ്പെടും. I give you spiritual warfare. I give you spiritual weapons. So far everything is good. പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. ഇതെല്ലാം പറഞ്ഞേച്ച് കർത്താവ് പറയാ, ഞാൻ പോവുക. I'm going to be dead. I'm going to be killed. That's not good news. അതുകൊണ്ടാണ് പത്രോസ് ഉടനെ പറയേണ്ടത്. എന്ത് പറഞ്ഞു? Peter took him aside. Yes. And began to rebuke him. യേശുവിനെ rebuke ചെയ്തു. ആരും I'm glad ബൈബിൾ ഉള്ളതുപോലെ ജീവിച്ചിരിക്കുന്നത്. സൈഡിലോട്ട് മാറിക്കൊണ്ടുപോയി ഇന്ന് ശോഭനെ അങ്ങോട്ട് ശകാരിച്ചു. എന്താ പറഞ്ഞു? Saying, God forbid it, Lord. God forbid it, Lord. This shall never happen to you. This shall never happen to you. ഇതെല്ലാം വേറെ പറഞ്ഞത് എനിക്കറിയില്ല. പറഞ്ഞാൽ നേരെ പിണ്ടിപ്പോയത്. കർത്താവ് തിരിഞ്ഞേച്ചു പറഞ്ഞു, Get behind me, Satan. Hallelujah. Hallelujah. The question that I want to just talk about is actually, what did this have to do with the power of the Holy Spirit? I want to talk about power of the Holy Spirit here. Praise the Lord. Now the explanation for this is actually recorded in John chapter 16. ഈ Matthew 16 നടക്കുന്ന സംഭവത്തിന്റെ explanation നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ we need to go to John. So turn to John. John 16 and verse 17. Some of his disciples then said to one another, Yes. What is this thing he is telling us? A little while and you will not see me, and again a little while and you will see me, and because I go to the Father. Amen. നമ്മുടെ ശിഷ്യന്മാർ കുറഞ്ഞത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞത് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് പിതാവിന്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നത് എന്ത് എന്ന് ഇത് എന്തോ ഈ പുള്ളി പറയുന്നത്. What is he saying? You will see me for a little while, then you don't see me for a little while, then you will see me for a little while. What is he saying? എന്തോ ഈ വിഷയം ഏതോ? What is happening? See John chapter 16 and 7 വാക്യത്തിൽ കർത്താവ് ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. Amen. ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ
നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. But truly I tell you, it is for your good that I am going away. Unless I go away, the advocate will not come to you. But if I go, I will send him to you. It is to your advantage that I go. ഞാൻ പോകുന്നത് നിങ്ങളുടെ അഡ്വാൻറ്റേജാണ്. ആകപ്പാടെ ഉണ്ടായിരുന്ന ശക്തി എന്ന് പറയുന്നത് യേശുവാണ്. ആകപ്പാടെ ഉണ്ടായിരുന്ന ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് യേശുവാണ്. ആകപ്പാടെയുള്ള കംഫർട്ട് എന്ന് പറയുന്നത് യേശുവാണ്. യേശു പോയി കഴിഞ്ഞാൽ ഇനി എന്താ അഡ്വാൻറ്റേജ്? But Jesus said it is to your advantage that I go. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. Amen. ഞാൻ പോകാഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. It is your good that I am going away. Praise God. Praise God. Praise God. Hallelujah. See, theologically speaking, it is for the sake of fulfilling the Great Commission. Praise the Lord. Hallelujah. Reaching the multitude, the nations, transforming society. The immediate presence of the third person of the Trinity and the Holy Spirit is more important than the immediate presence of the third person of the Holy Trinity is more important to them. They really need the power of the Holy Spirit. Then Jesus is walking with the 12 people. ഈ 12 പേരുടെ കൂടെ തൃത്വത്തിലെ രണ്ടാമത്തെ ആള് ഇങ്ങനെ നടക്കുന്നതിനെക്കാട്ടിലും അധികം പ്രയോജനം മൂന്നാമത്തെ ആള് സകലരുടെ മേലും വരുന്നതാ. Hallelujah. Praise God. Praise God. It is your advantage. ഇപ്പൊ ഞാൻ വന്നാലുണ്ടല്ലോ നിങ്ങളുടെ ഈ 12 പേരുടെ കൂടെ ഞാൻ കറങ്ങുകയുള്ളൂ. എന്നാൽ കാര്യസ്ഥൻ വന്നു കഴിയുമ്പോൾ അവൻ സകല ജാതികളുടെ പേരിലും തന്നെ കാത്തിരിക്കുന്ന സകല മനുഷ്യരുടെ പേരിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമായി വരും. It is your advantage that I go. Only when I go, I can send the Spirit to you. Hallelujah. Hallelujah. Now Jesus says to them, so after 3 years of being with the disciples, when Jesus was finally ready to leave the earth, his instructions to them were not to go out and start evangelizing the world. 3 വർഷം കൊണ്ട് പഠിച്ചതെല്ലാം റെഡി ആയിക്കൊണ്ട് ചാടി ഇറങ്ങി സുവിശേഷീകരിക്കാൻ നീ പോകണ്ട. Don't go out, start evangelizing the world. നമ്മുടെ ആളുകൾ പലരും വിചാരിച്ചിരിക്കുന്നത് ബൈബിൾ സ്കൂളിൽ 2 കൊല്ലം പഠിച്ച ഉടനെ എന്ത് ചെയ്യാം? I'm sorry, you're missing something very important. Hallelujah. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഗിൽറ്റ് തോന്നുന്നതുകൊണ്ട് ചാടി ഇറങ്ങി സുവിശേഷവേലയ്ക്ക് പോകുന്നത് ചിന്തിക്കണം. പാസ്റ്റർ മിഷൻ ചർച്ച എന്നതുകൊണ്ട് ചാടി ഇറങ്ങി സുവിശേഷവേലയ്ക്ക് പോകാൻ വേണ്ടി ആരും ഇറങ്ങരുത്. Praise God. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? പ്രതിസന്ധികൾ നേരിടുമ്പോൾ നിങ്ങൾ നിൽക്കാൻ ഒക്കില്ല. Before you go out, you need to be endued with power from above. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ പോകരുത്. ഇവരോട് പറഞ്ഞു, യെരൂശലേമിൽ തന്നെ നിങ്ങൾ പാർക്കണം. Tarry in the city of Jerusalem until you are endued with power from on high. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം ഇവിടെ tarry ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കണം. Hallelujah. Hallelujah. You know, growing up, pastors, everybody knows here, growing up in Pentecostal church, we had a meeting called tarrying meeting. What? Tarrying for what? Problem is adults do not know. That's a problem. I'm just saying this to you because I'm your brother. We are your brother. Praise the Lord. Praise the Lord.
ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ ശ്രദ്ധിച്ചു നോക്കിയോ, ഒരു കാലത്ത് ബന്ധുക്കൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. ആ മൂന്ന് കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല. പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ സ്നാനപ്പെടുക. സ്നാനപ്പെടുന്ന വെച്ചാൽ നാം ദീർഘദൂരം ഉണ്ടെങ്കിൽ അതിന് മുമ്പായി പരിശുദ്ധാത്മാഭിഷേകം ആളുകൾ പ്രാപിച്ചിരിക്കും. അവരിക്കും കർത്താവ് എന്റെ മേൽ നിന്റെ ശക്തിയെ പകർന്ന് മതിയാക്കിയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരുടെ മക്കളും കൊച്ചുമക്കളുമാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. Maybe some of you have come from other tradition background, church background. I'm not really talking about you, but you too need to be filled with the Holy Spirit. Hallelujah. ഇന്ന് സഭയിലുള്ള ഒരു 50% പുള്ളികളുടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരല്ല. അതാണ് നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ 50% പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത ആളുകളുടെ മക്കള് അഭിഷേകം പ്രാപിക്കുന്നത്. അന്യഭാഷ നോക്കിയില്ലേ, എന്തോ സംതിങ് ഹാപ്പൻ. അന്യഭാഷ പറഞ്ഞതുള്ളൂ. We need to come back to our basis. ബേസിക്സിലേക്ക് മടങ്ങി വന്നേ മതി. I'm sorry, I'm preaching in a Pentecostal church. Praise God. Praise the Lord. Hallelujah. 30 വർഷം പഴക്കമുണ്ട് എന്റെ ചർച്ച. അവിടെ ഞാൻ ഇതേ സ്പിരിറ്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. I really wanted to see God filling every person in the church. Hallelujah. ഈ ദിവസങ്ങൾ കുറച്ച് ദിവസം അവധി എടുത്തിട്ടാണെങ്കിലും, നിങ്ങൾ വെക്കേഷന് 2-3 എടുത്തിട്ടാണെങ്കിലും ഈ ദിവസങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. പരിശുദ്ധാത്മാവേ എന്റെ മേൽ ശക്തിയായിട്ട് വരണമേ. അന്യഭാഷ അടയാളത്തോടുകൂടെ നിന്റെ ശക്തി എന്റെ മേൽ വരണം. എന്റെ സഭയിലൂടെ എല്ലാവരുടെ മേൽ വരണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവസഭയിലേക്ക് വരും. പരിശുദ്ധാത്മാവ് ദൈവസഭയെ കത്തിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ വ്യത്യാസം ഉണ്ടാകും. You will never be the same church, the old church anymore. Hallelujah. 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 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ hallelujah മോവാബിലേക്ക് പോയവർ മടങ്ങി വരും. Praise the Lord. ബേത്ലഹേമിൽ അപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അപ്പത്തിന്റെ ഫലമായ ബേത്ലഹേമിൽ അപ്പമില്ല, ഓർമ്മ മാത്രമേ ഉള്ളൂ. അതിന്റെ ചിക്കൻ ഫ്രൈ and ചപ്പാത്തി and ചിക്കൻ ഫ്രൈ. ആളുകൾ വരുമ്പോൾ ചിക്കൻ ഫ്രൈ ഇല്ല, ചപ്പാത്തി. Praise the Lord. ചോദിച്ചപ്പോ ഞങ്ങൾ ബോർഡ് എഴുതുന്ന കമ്പനി, ദൈവസഭകളൊക്കെ ബോർഡ് എഴുതുന്ന കമ്പനികളായിട്ട് മാറി വെച്ചിരിക്കുക. അത് പണ്ടത്തെ കാര്യമാണ്, ആദ്യ നൂറ്റാണ്ടിലെ സംഭവമാണ്. ഞങ്ങൾ കുടുംബാണ് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം. സോറി ബ്രദേഴ്സ്, 2016 കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാതെ, കുടുംബങ്ങളിൽ നിവൃത്തിയില്ലാതെ, കുടുംബങ്ങളെ ആത്മഹത്യ ചെയ്യുവാൻ ഈ ആളുകൾ മനോരോഗികളായിട്ട് മാറുമ്പോൾ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാഭിഷേകമില്ലാതെ, അപ്പമില്ലാതെ, നിങ്ങൾക്ക് കൊടുക്കുവാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ആളുകൾ മോവാബിലേക്ക് ഇറങ്ങിപ്പോകും. മോവാബിൽ ജലത്തിന്റെ കാലമുണ്ടാകും. ഇതാ ബേത്ലഹേമിൽ ജലത്തിന്റെ കാലമുണ്ടാകുമ്പോൾ മടങ്ങിപ്പോയവര്, യോവാബിലേക്ക് പോയവര് മടങ്ങി വരുന്ന ഒരു കാലമുണ്ട്. Let there be bread in the house of bread. Hallelujah. Hallelujah. Let there be bread in the house of bread. Praise God. നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള ഇന്ത്യക്കാര് നിങ്ങളുടെ വീട്ടിൽ വന്ന് മുട്ടന്റെ സ്നേഹിത ഒരപ്പം എനിക്ക് രാത്രി വേണം, ഇന്ന് രാത്രി എനിക്ക് അപ്പം വേണം. അവർ കൊടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നിന്റെ കയ്യിൽ അപ്പം ഉണ്ടായിരിക്കട്ടെ. Hallelujah. 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 We need to come back. We need to come because we serve a same God. നമ്മളത് വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ ഇന്നും നടക്കും എന്ന് വിശ്വസിക്കുന്നവരെ ശരിയാണ്. Hallelujah. ഇവരോട് പറഞ്ഞു, stay in the city until you're clothed with power from on high. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം ഇവിടെ തന്നെ പാർത്തോണം. 3 വർഷത്തെ ബൈബിൾ സ്കൂളിലെ ഞാൻ പഠിപ്പിച്ച ട്രെയിനിങ് പോരാ, എന്റെ കൂടെ നടന്നത് പോരാ. അതിന്റെ മേൽ സപ്ലിമെന്റ് ചെയ്യുന്ന ഉയരത്തിലെ ഒരു ശക്തി നിന്റെ മേൽ വരേണ്ട കാലമായിരിക്കുക. Oh, you need the power of the Holy Spirit. Hallelujah. Hallelujah. You need the power of the Holy Spirit to effectively preach the message of the kingdom. ദൈവരാജ്യത്തിന്റെ
പ്രസംഗം പറയണമെങ്കിൽ, സന്ദേശം പറയണമെങ്കിൽ ആത്മശക്തി വേണം. Hallelujah. 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 So fortunately they obeyed. 120 പേരെ കൂടുന്ന ഒരു സംഘം കാത്തിരുന്നു. Hallelujah. കാലത്തിന്റെ തീവണ്ടിയിൽ കാത്തിരുന്നവരുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. Pentecost came and the rest is history. Hallelujah. ആത്മാവ് ഇറങ്ങി വന്നു. അതിനുശേഷം മുഴുവൻ ചരിത്ര ഭാഗമായിട്ട് മാറി. We serve the same God. It is no different today. Our mandate to transform individuals and society is still the same, but no human power is sufficient for such a task. Hallelujah. മാനുഷിക ശക്തികൾ കൊണ്ട് സൊസൈറ്റിയെ മാറ്റുവാൻ കഴിയുകയില്ല, കുടുംബങ്ങളെ മാറ്റുവാൻ കഴിയുകയില്ല. ഉയരത്തിലെ ശക്തിക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. We need power from above. Jesus promised in Acts chapter 1 verse 8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എത്തിയും എന്റെ സാക്ഷികളാകും. Hallelujah. The question is, yes, we are promised the power of the Holy Spirit, but how much power? ഉയരത്തിൽ നിന്ന് ലഭിക്കും, ശക്തി ലഭിക്കും. എന്തുമാത്രം ശക്തിയാണ്? Let us turn to a portion of scripture. This is John chapter 14 verse 12. Most assuredly I say to you, he who believes in me, the works that I do, he will do also. Yes. And greater works than these he will do, because I go to my Father. Amen. Truly, very truly, I tell you, verily, verily, I tell you, very truly, I tell you. Amen. Amen. The Lord were to tell amen 2 times. It must be something very strong and powerful. What did he say here? Truly, truly, I tell you, whoever believes in me will do the works I have been doing, and they will do even greater things than these, because I'm going to the Father. Amen. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? ഞാൻ ചെയ്തത് അധികം ചെയ്യും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയത് ചെയ്യും. Amplified version, assure you most solemnly, I tell you, if anyone steadfastly believes in me, he will himself be able to do these things that I do, and he will do even greater these things than these, because I go to the Father. Hallelujah. You will do greater things. Well, then my question that I want to ask you is, so you will do what Jesus did? Greater things? You believe it? Hallelujah. Jesus turned the water into wine. So you will do greater things than that. Jesus raised people from the dead. You will do greater things than that. Can I hear an amen to that? Amen. That's what it says. Possibility is endless. I think we need to believe it. Because Jesus said it. Yeshua പറഞ്ഞത് ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, അതുപോലെ അതിനേക്കാൾ കൂടുതൽ ചെയ്യും, because you have an extra help, because I am going to the Father. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് added advantage കൂടെ ഉണ്ട്. Hallelujah. Hallelujah. Now the question that comes to us is actually, how can we do the same thing Jesus did? Or greater works than Jesus did?
The answer is this. We have the same access Jesus had. We have the same access to the power that Jesus had. Praise the Lord. Hallelujah. Praise God. യേശു ക്രിസ്തുവിന് ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോ തനിക്ക് ഉണ്ടായിരുന്ന ആക്സസ് ഉള്ള പവർ ലഭിച്ചിരുന്നു അതേ ശക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. Now this is where I want you to be very careful. Don't misquote me. I'm just trying to simply explain this. The pastor is a theologian here. So listen very carefully. I'm not trying to tell you something very different, but this is just what I believe, my understanding about the scripture. When Jesus was on this earth, Jesus was 100% God, 100% human. So you don't have any problem with that part, right? Okay. 100% man, human, 100% God. Praise the Lord. But the Bible tells us he emptied himself. He emptied himself, taking the form of a servant, in the appearance of a human. മനുഷ്യത്തിൽ വേഷത്തിലായി തീർന്നു, മനുഷ്യനായി തീർന്നു. See, Jesus, I'm just going to use an analogy here. Just think of this as humanity. Okay, limited by so many things, so much of limitations. I, as a human, I'm limited in so much. I don't know what's on the other side. I can only be in one place at one time. I have to go to the dining hall walking, or somebody carrying me. When God emptied himself, Jesus, the second person of the Trinity, emptied himself into humanity. I want you to know that this humanity into which the divinity emptied. Amen. He emptied into this. And when Jesus lived on this earth, he was not using his divine powers to exist here. തന്റെ ദൈവത്വം കൊണ്ടല്ല യേശു ഭൂമിയിൽ ജീവിച്ചത്. Okay, just think about that. Jesus was not tapping into his divine attributes to live here. He lived here as a human while he was still God, 100% God. Amen. Then what was the power? It is said here, very interesting, that someone has put this. Tanda divinity was basically he was not using at all. See, he was not using his divinity at all. He was totally trusting the power of the Holy Spirit and the relationship with his Father in heaven. Praise God. It was the power of the Holy Spirit that was driving Jesus. Amen. Hallelujah. That same, my question to you is, why God has to pray? പ്രാർത്ഥിച്ചു രാത്രിയും പകലും എല്ലാം പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. He is praying to his Father. Amen. He said, I do exactly my Father tells me. I don't have anything to say on my own. What I'm telling you is my Father tells me to do. എന്റെ പിതാവ് എന്നോട് പറയുന്നതാ ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Me and the Father are the same. I have nothing of my own. I listen to my Father every time. Praise God. He was not tapping into his divinity. He was not using it when he was on this earth. He was living here as a human being, laying an example for you and I to follow. ദൈവമായിട്ട് ഭൂമി ജീവിച്ചേക്ക് പിന്നെ നമ്മളോട് എന്റെ അടിവാക്കാൻ ഫോളോ ചെയ്തു. Then I have to be God to follow him. Jesus lived here
totally depending on the Father, using the power of the Holy Spirit. Amen. ആ സെയിം റിലേഷൻഷിപ്പും ആ സെയിം പവറും എനിക്ക് നിനക്കും അവൈലബിൾ ആയതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യും, ഞാൻ ചെയ്തതിനേക്കാൾ അധികം നിങ്ങൾ ചെയ്യും. As humans, you have to think about this as Jesus' life on this earth, not before nor after. When Jesus was on this earth, okay, when he was on this earth, see there's two natures of him, divine and the human nature, fully human, fully man, 100% man, 100% divine. Praise God. Hallelujah. Praise God. Now, I want us to turn to Mark chapter 13, verse 32. I want to show you something. Mark chapter 13, verse 32. But of that day or hour no one knows, not even the angels in heaven, nor the Son, but the Father alone. Amen. എന്താ യേശു പറഞ്ഞത്? നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. Was Jesus lying? Was Jesus lying? യേശു കള്ളം പറയാമോ? What does it think about Jesus as a human? Living here, trusting only on the power of the Holy Spirit. He lived here, performed the miracles, and showed us that it is possible for you and I, trusting in God and the power of the Holy Spirit, to do exactly what Jesus did. Even greater things for him. Because he is going to the Father. It is all for the glory of God. Hallelujah. Hallelujah. You know, this question here of യേശു ക്രിസ്തുവിന്റെ ഭൂമിയിൽ ജീവിച്ച സമയത്തെ divinity, humanity, ഈ പരിപാടിയെ സംബന്ധിച്ച് there's a lot of confusion. There's one theory, it's called total mystery theory. That means it's a mystery, nobody knows. It's called total mystery Trinity. It's like Trinity. Some people do it. Do you know what is Trinity? So, who knows, man? It's a mystery. So people say it's a mystery theory. The other one is actually called human Jesus theory. This is some very liberal theologians. They like to teach that Jesus was not really God at all. That he was just an exceptional human being. Exceptional human being. So that's the case that Jesus did not know a lot of stuff, right? We don't believe that, so. But that's the truth. The other one is called two-channel theory. Two-channel theory says that, you know, this is the most common explanation people give. They say that at certain times Jesus tapped into his divinity. At times is humanity. So whenever he needed this one, he used this one, then he used this one. Sorry, two-channel theory. Now my question is actually, what was the temptation all about? Yeshu's temptations were the temptation. To use his what power? To use his divine power. Satan wants him to use his divine power before time and fail his mission. Praise God. See, അത് ഉപയോഗിച്ച് പരിപാടികൾ ചെയ്തിരുന്നെങ്കിൽ ഈ മിഷൻ തോറ്റുപോയ. Praise God. മിഷൻ നടത്തി പോയതാണ്. പക്ഷെ എന്റെ യേശു പോയപ്പോൾ പറഞ്ഞു, it is finished. Praise God. It is finished. Hallelujah. അത് തീർത്ത യേശു മടങ്ങി പോയത്. Praise God. Hallelujah. പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങളിൽ ഇരിക്കട്ടെ. ദൈവത്തോടുള്ള ദൈവത്തിന്റെ രൂപത്തിലിരിക്കെ, ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തോടുള്ള സമത്വം
മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ലാസറും എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം താഴ്ത്തി അനുസരണമുള്ളതായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? ഏറ്റവും അധികം ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. യെസ്, യേശു ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ he was back into the divine power he used. അതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ യേശു വന്നത്. ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു കാലത്തും യേശു അത് ചെയ്തില്ല. അടച്ചിരിക്കുന്ന എല്ലാവരും അടച്ചിരിക്കുന്ന മുറിയിൽ യേശു വന്നു പറഞ്ഞു, യെസ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ യേശു വന്നത് he was back into his yes. And after the resurrection that nature came to him after the resurrection. But when he was on this earth, he lived like a human, totally trusting in the power of the Holy Spirit. രാത്രിയുടെ സമയം അവസാനിച്ച് നമുക്ക് പരിപാടികൾക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇന്ന് രാത്രി I want you to just tell something here. ദൈവമക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവസഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് ആ ശക്തിയാണ് പരിശുദ്ധാത്മാവ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് പറയും, യേശുവിന് വ്യാപരിച്ച അതേ ശക്തി. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നമ്മളോട് പറയുന്നത്, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിലും. യെസ്, the power that raised Jesus from the dead. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി. ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യ ശരീരത്തിൽ വ്യാപരിക്കും. ഹല്ലേലൂയ. That power is available for every believer. We are not a small people, but I want us to tap into it and use it for the glory of God. Hallelujah. ദൈവമക്കളെ, നമ്മൾ ഇനി ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ കാര്യങ്ങൾ ശരിയാക്കിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശു ഇവിടെ പറയുന്നുണ്ട്. Matthew 12:28. Jesus said one point, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. It is by the Spirit of God that I drive out demons, then the kingdom of God has come upon you. Hallelujah. ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുകയാ. ആ ദൈവരാജ്യത്തിന്റെ താക്കോല് നിന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നീ തുറന്നോ, നീ അടച്ചോ. ഇവിടെ അടയ്ക്കുന്നത് സ്വർഗത്തിൽ അടയ്ക്കും, ഇവിടെ തുറക്കുന്നത് സ്വർഗത്തിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. ശക്തിയില്ലാതെ കിടന്ന നമ്മുടെ ശക്തി പകരുവാൻ സ്വർഗം വിട്ട് താഴെ ഭൂമിയിലേക്ക് വന്ന യേശുവിൻ രാത്രി പറയുക, I want you to walk in power, walk in power, walk in power, walk in revelation. വെളിപ്പാടിൽ നടക്കുവാൻ, ശക്തിയിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ വിളിക്കുക. ദൈവസഭയെ ഉറങ്ങിയിരുന്നേ. Hallelujah. 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 Be filled with the power of the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ നമ്മളെ വിളിക്കുക. Hallelujah. Unlimited power. Praise God. നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു ആദ്യം പറഞ്ഞു, മനുഷ്യനായിരുന്ന യേശു ചോദിച്ചു പറഞ്ഞു, അറിയില്ലപ്പാ, പുത്രനും അറിയുന്നില്ല, ദൂതന്മാരും അറിയുന്നില്ല, അതൊക്കെ പിതാവിന്റെ ഇരിക്കില്ല. എന്നാൽ നമ്മൾ അവസാനത്തെ കർത്താവ് പോകുന്ന സമയത്ത് 13-ാമത്തെ Mark chapter 13 അവർ when will the end come എന്ന ചോദ്യം ചോദിക്കുന്നു. അവിടെ എന്തെങ്കിലും but this time Jesus അവരോട് പറയുന്നത് I don't know എന്നല്ല പറയുന്നു. You know, he says here, he knew exactly. But Jesus says, he rather said, it is not for you to know the times or the seasons which the Father has put in his own authority. അവനവരുടെ പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളോ അറിയുന്നത് നിങ്ങളുടെ ബിസിനസ് അല്ല. എനിക്കറിയാൻ വേണ്ടി പറഞ്ഞത് നിങ്ങളുടെ ബിസിനസ് അല്ല. But you shall receive power when the Holy Ghost comes upon you. എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. നമ്മളെ കൊണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കാലങ്ങളും സമയങ്ങളും അന്വേഷിച്ച് സമയം കളഞ്ഞേച്ച് ഉട്ടോപ്യ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഏർപ്പെട്ടിരിക്കുന്നത്. The Lord wants you to get power. Get out of the fire or get out of the way. എന്റെ വാക്കിയുടെ അവസാനിപ്പിക്കുക. പലപ്പോഴും എന്റെ മനസ്സിലേക്ക് കൂടി വരുന്ന ഒരു ചിത്രമുണ്ട്. Many years ago,
I was driving in the highway. There was a man, very old man, probably in his 80s. It is the 90s. ഒരു പഴയ ഒരു കാറിൽ 70 miles speed on the left side. 70 miles. I can translate it to 120. ഇടത്തെ സൈഡിൽ ഇടത്തെ ലൈനിൽ ഫാസ്റ്റ് ലൈനിൽ കയറി ഇങ്ങനെ പോവാ. ഇവിടെ പുറകെ വന്ന ഒരു വെള്ളക്കാരൻ പയ്യൻ അവൻ ലൈറ്റ് ഇടുന്നു, ഹോങ്ക് ചെയ്യുന്നു, എന്തെല്ലാം പരിപാടിയാണ്. ഈ പ്രായമുള്ള മനുഷ്യനോട് അവന്റെ ഈ ആംഗ്യ ഭാഷയിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എറൗണ്ട് സ്പീഡ് എല്ലായിടത്തും പോയി. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നത് തന്നെയാണ്. I wish you were hot or cold. നിങ്ങൾ ശീതമാനോ ഉഷ്ണമാനമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ശീതോഷ്ണവാന്മാരായിരിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ വായിൽ ഉരുളുകയായി. God is tired of lukewarm church. God is tired of lukewarm church. God is looking for people who get on fire these days. Hallelujah. നമ്മുടെ ഈ ദിവസങ്ങളിൽ ശക്തി കൊണ്ട് ബലം ഗുണങ്ങൾ അരമുറുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. God is asking you to get on fire or get out of the way. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകളാർക്കും. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകളാർക്കും. നിങ്ങൾ പാടിയില്ലെങ്കിൽ 3-ാം തലമുറയിൽ 4-ാം തലമുറയിൽ നീ പാടിയില്ലെങ്കിൽ 1-ാം തലമുറക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ആന്ധ്രയിൽ ദൈവം എഴുന്നേൽപ്പിക്കും. തമിഴ്നാട്ടിൽ ദൈവം എഴുന്നേൽപ്പിക്കും. സൗത്ത് അമേരിക്കൻ ദൈവം എഴുന്നേൽപ്പിക്കും. സിറിയയിൽ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽപ്പിക്കും. Get on fire. Get on fire. Hallelujah. Hallelujah. You know my desire for this church. I love this church. Church, you are not filled with the Spirit of God. You will act like the rest of the people. You will fight like the rest of the people. You will do business like the rest of the people. But when the Spirit comes, we will be totally transformed. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ഈ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ഇത്രയും പേര് ഈ ആത്മശക്തിയിൽ നിറയുകയാണെങ്കിൽ നിങ്ങളുടെ സഭ മൊത്തം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. ആ ഭാഗവൃത്തം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. ദൈവത്തിന്റെ ദാസൻ താലീം നീതി വയ്ക്കുക. ആരും വീട്ടിലിരിക്കരുത്. എല്ലാ ദൈവമക്കളും ആ താലീം നീതിയിൽ വന്നിച്ച് ഇംഗ്ലീഷ് മലയാളം Holy Spirit is not worried about the language, but when you come with the earnest desire to be filled with the Spirit of God, God will fill you with the Spirit. Let prophet arise from you. Let prophet arise from you. നിങ്ങളുടെ ഇടയിൽ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ അഭിഷേകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. സ്വപ്നങ്ങളെ കാണുന്നവർ എഴുന്നേൽപ്പിക്കട്ടെ. ദർശനങ്ങളെ കാണുന്നവർ എഴുന്നേൽപ്പിക്കട്ടെ. അന്യഭാഷ സംസാരിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കുക. അന്യാഹ്വാനിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കുക. രാഗശാന്തിയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഭൂതശാന്തിയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. വലിയ വിശ്വാസമുള്ളവരെ വീരപ്രവൃത്തി ചെയ്യുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. Let God arise. His enemies be stopped. Enemies ആത്മസമയത്തേക്ക് ഞാൻ ആരാധിച്ചേ. എല്ലാവരും hallelujah. Every one of you കരങ്ങളെ തട്ടിക്കൊണ്ട് ആത്മസമയം ആരാധിച്ച് കണ്ണുകളടച്ച് ആരാധിച്ച് hallelujah. 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 Everybody stand up. Glory, glory, glory. Oh, hallelujah. കരങ്ങൾക്ക് ശക്തിയുമാണല്ലോ. ഞാനിങ്ങനെ പറയുന്ന ആളുകളോ ആളുകളെ കൊണ്ട് കോച്ചേൽപ്പിച്ച് കൈയടിപ്പിക്കുന്ന ആളുകളെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവസാന്നിധ്യത്തിൽ വന്നിരിക്കുന്നത്. You cannot be silent in the presence of God. Hallelujah. Hallelujah. Open your mouth and praise Him. God is in their midst. ദൈവമാണ് മധ്യയുണ്ട്. Hallelujah. 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 Rivana Madama Sandara Madama. Hallelujah. Rivana Kandurana Sandara Madama. എല്ലാവരും സ്വന്തം ചെയ്ത് അന്യഭാഷകളിൽ നാളുകൾക്ക് ആരാധിക്കുന്ന ദൈവമക്കളെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ നോക്കുവാൻ ദൈവം സഹായിക്കണം. Hallelujah. 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 Rivana Sandara Madama Sandara Madama Sandara Hallelujah. Hallelujah. Hallelujah.
Hallelujah.